അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ലഹരിയാസക്ത ചികിത്സാ കേന്ദ്രമായ അക്സെപ്റ്റ് കറ്റാനം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കായംകുളത്തുൾപ്പെടെയാണ് പരിപാടി നടത്തിയത്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ലഹരിയാസക്ത ചികിത്സാ കേന്ദ്രമായ അക്സെപ്റ്റ് IRCA കറ്റാനം AIGAS 2K24 ലഹരി വിരുദ്ധ പരിപാടികൾ നടത്തി വരുന്നതിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടികളും കുട്ടികൾക്കായുള്ള ചിത്രരചനാ മത്സരവും ക്വിസ് മത്സരവും നടത്തി. ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കറ്റാനം ഡി അഡിക്ഷൻ സെന്ററുമായി ഭാഗമായി ഒന്ന് ചേർന്നിട്ടാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. KSRTC ബസ് സ്റ്റാൻഡിലാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വരുന്ന ജൂൺ 26-ാം തീയതി ലഹരി വിമുക്ത ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി കേസുകളിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊരു മാറ്റമാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളത്. ഇങ്ങനെ ഒരു ബോധവൽക്കരണം നൽകുവാൻ വേണ്ടിയിട്ടാണ് യുവജനങ്ങളായിട്ടുള്ള ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ചെറിയൊരു സ്ട്രീറ്റ് പ്ലേയിലൂടെ ഞങ്ങൾ സമൂഹത്തിന് നൽകുന്ന വലിയൊരു സന്ദേശം എന്ന് പറയുന്നത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ എങ്ങനെ കുറവ് വരുത്താം, മാത്രമല്ല ഇതിനെ എങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമുക്ക് കുറച്ചുകൊണ്ടുവരാം, എങ്ങനെ ഇതിനെ തടഞ്ഞു നിർത്താം എന്നുള്ളതാണ്. ചിട്ടയായിട്ടുള്ള ചികിത്സയിലൂടെയും കൗൺസിലിങ്ങിലൂടെയും നമുക്ക് ഈ ലഹരിയുടെ ഉപയോഗം കുറച്ചുകൊണ്ട് വരുവാൻ സാധിക്കും. മാത്രമല്ല എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്നതിനപ്പുറം എങ്ങനെ എണ്ണം കൂട്ടാതിരിക്കാം, ഇനിയുള്ള നമ്മുടെ യുവതലമുറയെ, നമ്മുടെ ഭാവി തലമുറയെ എങ്ങനെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാം എന്ന സന്ദേശം, വലിയൊരു സന്ദേശം ഈ സമൂഹത്തിന് നൽകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു പ്രതികരണമാണ് ഞങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ പത്രമാധ്യമങ്ങളിൽ ഈ ഒരു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ടാകണം, അങ്ങനെ ഒരു വാർത്ത കാണണം, അങ്ങനെ ഒരു നല്ല പ്രതീക്ഷ ഉണർത്തുന്ന ഒരു വാർത്ത കേൾക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് യുവജനങ്ങളായിട്ടുള്ള ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഞങ്ങൾ വന്നിരിക്കുന്നത് ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ നിന്നാണ്. ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലെ MSW സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനികളാണ് ഞങ്ങൾ. ഒരുപാട് സന്തോഷമുണ്ട് സമൂഹത്തിന് ലഹരി വിമുക്ത സമൂഹമായി തീരണം, അങ്ങനെ ഒരു ലക്ഷ്യത്തോടെ ഇറങ്ങിത്തിരിക്കാൻ സാധിച്ചതിൽ. അങ്ങനെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ആർക്കെങ്കിലും ഒരാളെങ്കിലും ഈ ലഹരിക്കെതിരായി ചിന്തിക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയവും. താങ്ക് യു. ലഹരി വിരുദ്ധ തെരുവ് നാടകത്തിന്റെയും ഫ്ലാഷ് മോബിന്റെയും ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫ് കർമ്മവും നടന്നു. ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജിൻസ് ചേരാട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കായംകുളം SI ഹാഷിം ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. കായംകുളം KSRTC ബസ് സ്റ്റേഷൻ, മേപ്പള്ളിക്കുട്ടി ജംഗ്ഷൻ, ചാരുമൂട് ജംഗ്ഷൻ, കറ്റാനം പോപ്പൈ സ്കൂൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ലഹരി വിരുദ്ധ തെരുവ് നാടകവും ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു. നമസ്കാരം. ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ അക്സെപ്റ്റ് IRCAയുടെ DADC സെന്ററുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രവർത്തന പരിപാടിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ വരുന്ന ജൂൺ 26-ന് ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു സന്ദേശം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഞങ്ങൾ അസംഷൻ കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് ആണ്, സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണ്. ഈ ഒരു പരിപാടിയിൽ മറ്റുള്ളവർക്കൊരു പ്രയോജനമാകുക, അല്ലെങ്കിൽ ലഹരി വിരുദ്ധത്തിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കുക എന്നൊരു സന്ദേശത്തോടു കൂടി ഈ ഒരു പരിപാടി ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. 4 സ്ഥലങ്ങളിലായിട്ടാണ് ഞങ്ങൾ ഈ ഒരു സന്ദേശം നൽകിക്കൊണ്ടുള്ള തെരുവ് നാടകം നൽകിയത്. എല്ലാവർക്കും, ഇതിന് സഹകരിച്ച എല്ലാവർക്കും, ഇത് കണ്ടുനിന്ന എല്ലാവർക്കും ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. അക്സെപ്റ്റ് കറ്റാനത്തോട് സഹകരിച്ചത് ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലെ സോഷ്യൽ വർക്ക് വിഭാഗം വിദ്യാർത്ഥികളും വെട്ടിക്കോട് ദേശസേവിനി വായനശാലയിലെ അംഗങ്ങളുമാണ്. എന്റെ ജോലി, എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ കുടുംബം എല്ലാം എനിക്ക് നഷ്ടമായി. അതേ സുഹൃത്തുക്കളെ, ലഹരിയോടുള്ള ആസക്തി ഒരു രോഗാവസ്ഥ തന്നെ. ഇതിലകപ്പെട്ട ഒരുപാട് കുടുംബങ്ങളെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് ലഹരിക്കെതിരായി ഒരുമിച്ച് പ്രവർത്തിക്കാം. പ്രിയപ്പെട്ടവരെ, മാറ്റം അനിവാര്യമാണ്. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഒരു മോചനം നമുക്ക് ആവശ്യമല്ലേ? ചിട്ടയായ കൗൺസിലിംഗിലൂടെയും. കായംകുളം.